പറയുന്നതൊക്കെ ഞാൻ കേക്കോ? കേക്കും. അങ്ങനെയാണെങ്കിൽ അവനിവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ 4 പ്രാവശ്യം നിന്നെ ഒന്ന് എടിയെന്ന് വിളിച്ചോട്ടെ. അപ്പൊ ചേട്ടന് വായിക്കാത്ത പല്ലൊന്നും വേണ്ടേ? അതെന്താ? അല്ലേ ചേട്ടൻ ഓരോ പ്രാവശ്യം എടിയെന്ന് വിളിക്കുമ്പോ ഞാൻ 2 പല്ല് വീതം പൊളിച്ചു കളയും. അല്ല നമുക്കൊരു കാര്യം എന്നാ പല്ല് വേണ്ട, കാരണം കല്യാണത്തിനൊക്കെ പോകണല്ലോണ്ടേ. യോ ചേട്ടാ വേറൊരു കുഴപ്പമുണ്ട്, ഇവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ. അപ്പൊ നീ കഴിക്കണല്ലേ? ഇല്ല ഞാനേ കഴിക്കുന്നുള്ളല്ലോ, ചേട്ടൻ പട്ടിണിയല്ലേ. ആ അപ്പൊ അതിനെന്താ കുഴപ്പം? ഒരാൾ 1 മണിക്ക് ഇങ്ങോട്ട് കേറി വരുമ്പോ ചോറുണ്ണാൻ പറയണ്ടേ നമുക്ക്? നീ എന്ത് മണ്ടിയാടി? നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചായ എടുക്കട്ടെ ചോറ് എടുക്കട്ടെ നോക്കുമ്പോ നീ സ്വഭാവം എന്ത് പറയും? ഞാൻ വേണ്ട, ഞങ്ങളിപ്പോ കഴിച്ചിട്ട് വന്നാന്ന് പറയും. അല്ലെ? നിന്നെക്കാളും നമ്മളെക്കാളും ഡീസന്റ് അവൻ, അവൻ വേണ്ടാന്ന് പറയുള്ളൂ. അങ്ങേര് വേണോന്നങ്ങാണം പറഞ്ഞ തല്ലുകൊണ്ട് എന്റെ ഊപ്പാട് വരും, അതല്ലേ? എന്താണ് അമ്പിളിയുടെ പ്രശ്നം? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ഡയറ്റിംഗ് ആണോ? അല്ല സാറേ, പട്ടിണിയാണ് സാറേ. പട്ടിണിയാണെന്ന് അത് ഞാൻ കേട്ടായിരുന്നു. ബാക്കി പറ. സാറേ ഞാൻ പറഞ്ഞല്ലോ, എന്റെ 5 കുഞ്ഞുങ്ങളും ഞാനും കൂടെ ആ വീട്ടിൽ താമസിക്കുമ്പോഴേ അവര് വിശന്ന് കരയുമ്പോ മക്കളെ അവർക്കൊന്നും കൊടുക്കാൻ എന്റെ ഇല്ല. ഞാനാണെങ്കിൽ അവിടെ മുക്കിലും മൂലയിലും ഒക്കെ തപ്പിപ്പെറുക്കി ഒരു ഇച്ചിരി അരി കിട്ടി, അത് ഞാൻ കഞ്ഞിയാക്കി വെച്ച് കഴിഞ്ഞ എന്റെ കുഞ്ഞുങ്ങൾ കരച്ചിലോട് കരച്ചിൽ. ഞാൻ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുവോ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും? ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ കൊച്ചുങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. കഞ്ഞി ആകുന്ന സമയം കൊണ്ട് കുഞ്ഞുങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ തക്കത്തിന് ഞാൻ ആ കഞ്ഞി അങ്ങ് കുടിച്ച്. എന്നിട്ട് കേൾക്കണോ സാറേ, രാത്രി 2 മണിയായപ്പോ എന്റെ കുഞ്ഞുങ്ങൾ ഉണർന്നിരുന്നിട്ട് എന്നോട് കഞ്ഞിതാമ്മേ എന്ന് പറയുന്നത്. ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കും സാറേ? നിങ്ങൾക്കത് മനസ്സിലാവില്ല, പക്ഷെ ഒരു പെറ്റ വയറിന് അത് മനസ്സിലാവും. ഇത് പെറ്റ വയറല്ല, ഇത് തീറ്റ വയറാണ്. എന്തിനീ വിളിച്ചു പോകുന്നത്? കാണാഞ്ഞിട്ട് ഞാൻ എന്താ വല്ലയിടത്തും പുറപ്പെട്ടു കൊണ്ടാ? ഒരു കാര്യം കേൾക്കാൻ സമ്മതിക്കൂല, അപ്പൊ അതിനും വിളിക്കും. എന്ത് കാര്യം? ഞാൻ ആ മതിലിന്റെ അവിടെ നിക്കണായിരുന്നു. എടി സുലി ചേച്ചിയും രമണി ചേച്ചിയും കൂടി ഇടി. എന്തിന്? ഇന്നത്തെ കാര്യം എന്താന്നാ, ആ ചേട്ടനായിട്ടൊരു നൈറ്റ് മേടിച്ചിട്ട് വന്ന് സുലി ചേച്ചിക്ക്. അപ്പൊ മറ്റേ രമണി ചേച്ചി ഇല്ലേ നാത്തൂൻ, അവരുടെ മുഖം ഒരു കൊട്ടയായി. അവർക്ക് എന്താ മേടിച്ചിട്ട് വരാച്ചെന്ന്. അങ്ങനെ അപ്പൊ സുലി ചേച്ചി തിരിച്ചു ചോദിക്കണം, നിങ്ങൾക്ക് എന്തിനാണ് മേടിക്കണത്? ഞാനല്ലേ ഭാര്യ, എനിക്കല്ലേ മേടിച്ചു തരേണ്ടത്? പൊരിഞ്ഞടി. അത് ശരിയല്ലേ അല്ലേ? ചേച്ചി എന്നാലും കാണിച്ചത് കൊലച്ചതിയായി പോയി. അതാണ്. എന്നെ വിളിച്ചില്ലല്ലോ ചേച്ചി, ഇങ്ങനെയുള്ള സമയത്തൊന്നും എന്നെ വിളിക്കാറില്ല.